ഇടി അടുത്തതാണ്. ഒടുക്കം അതിവിദഗ്ധമായി TP കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാനുള്ള കമ്മികളുടെ ആ നീക്കവും പൊളിഞ്ഞു. പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം പ്രശ്നം അവസാനിപ്പിക്കാനാണ് ജയിൽ വകുപ്പിന്റെ നീക്കം. അതിനിടെ ജയിൽ സൂപ്രണ്ട് അയച്ച കത്ത് ചോർന്നതിൽ അന്വേഷണം നടത്തുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. TP കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ലെന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന് രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊരു മാനദണ്ഡം 10 വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു. അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയത്. അങ്ങനെയാകാം TP കേസ് പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് ഉൾപ്പെട്ടതെന്നും DGP പറഞ്ഞു. ഫലത്തിൽ ആ നീക്കം പൊളിയുകയാണ്. ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശിക്ഷ ഇളവ് നീക്കം വിവാദമായത്. ഇത് രണ്ടാം വട്ടമാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. ആദ്യ തവണ കൊടിസുനിക്ക് പോലും ശിക്ഷ ഇളവ് നൽകാൻ നീക്കമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതീവ രഹസ്യമായാണ് ജയിൽ സൂപ്രണ്ട് നടപടികൾ എടുത്തത്. എന്നിട്ടും കത്ത് ചോർന്നത് ഇതിന് പിന്നിൽ നിന്നവരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നേക്കും. സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA പ്രതികരിച്ചിരുന്നു. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഇതിലൂടെ എല്ലാം പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്.